ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ആളെ കണ്ടാ ഇത് കണ്ടാ ഇവിടെ നിന്ന് വന്നതല്ല. പണ്ടൊരാൾ കുടിയേറി ഇവിടെ നിന്നറിയാം, കണ്ണൂരിൽ നിന്ന് ഒരാൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കുടിയേറി. അത് നമ്മുടെ മലയങ്കിരി പഞ്ചായത്തിൽ വന്ന് കിട്ടും. ആരെന്നറിയാം? മുൻഷി അറിയാം? മുൻഷി ഹാജിയാർ അല്ലേ? അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ കണ്ണൂരിൽ നിന്നല്ല വന്നത്, പാലക്കാട് നിന്നാണ്. അവിടെ നിന്ന് പൊട്ടി പാലക്കാട് പോയിട്ട് പാലക്കാട് നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ് നിങ്ങളെ കാണാൻ അല്ലേ? അപ്പോൾ അദ്ദേഹമാണെന്ന് നിങ്ങളുടെ സംസാരിക്കണേ. അദ്ദേഹം പാലക്കാട് ഒരു കമ്പനിയുടെ മാനേജറാണ്. അത് കമ്പനിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. രാജീവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ പേര് പറയാൻ പറ്റും, രാജീവ്. മക്കളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു നല്ല കൈയടി. ആർക്കാണെന്നറിയോ? അവധിക്കാല കായികക്ഷമതാ ക്യാമ്പിന്. ഓക്കെ, ഇനി നല്ലൊരു കൈയടി. ഒന്നുകൂടി കൈയടിച്ചോ. ആർക്കാണെന്നറിയോ? നിങ്ങൾക്ക് തന്നെ, മക്കൾക്ക് തന്നെ. ഇനിയൊരു കൈയടി നന്നായിട്ട് വരട്ടെ. ആർക്കാണെന്നറിയോ? നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്. ഇവിടെ നിങ്ങൾ അയച്ചില്ലേ? വിശ്വസിച്ച് രക്ഷിതാക്കൾ ആരും കൂടെ ഉണ്ടാവില്ല, കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ വിശ്വസിച്ച് നിങ്ങളിവിടെ അയച്ചിരിക്കുന്ന രക്ഷിതാക്കൾക്കൊരു കൈയടി. ഇനി ഓറത്തിനൊരു കൈയടി. ഓറല്ലേ? ഓറെന്താ? ഈ ടീമിനൊരു കൈയടി. ഓക്കെ, ഈ കൈയടി എന്തിനാണെന്നറിയോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല, വലിയൊരു എക്സസൈസാണ് നമുക്ക്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കുറേ ഓർഗാൻസ് ഉണ്ടല്ലോ, എല്ലാ ഓർഗാൻസിൻ്റെയും ഞരമ്പുകൾ, മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, ഞരമ്പുകൾ ഈ കൈകളിൽ 2 കൈകളിലുമാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ കൈകൾ ദിവസവും കൃത്യമായിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ഓർഗാൻസ് എല്ലാം പ്രവർത്തിക്കും, നന്നായിട്ട് പ്രവർത്തിക്കും. ഇവിടത്തേക്കുള്ള രക്തപ്രവാഹങ്ങൾ കൂടി വരും. അപ്പോൾ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് എന്ത്? കൈയടി. എവിടെ പോയാലും കൈയടിക്കാനുള്ള ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. ഇങ്ങനെ പിടിച്ചിരിക്കും, മസിൽ പിടിച്ചിരിക്കാനേ പാടില്ല. പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥലത്ത് കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ഇനി എൻ്റെ പേര് പറയാം. ഞാൻ എൻ്റെ പേര് ഒരു എക്സസൈസ് പോലെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയുമ്പോൾ മക്കളും കൂടി പറയണം. ഓക്കെ, രാ പറയൂ. രാ പറയൂ. ജി വാ ഇൻ രാജീവൻ. എൻ്റെ പേര് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ഇതും ഒരു എക്സസൈസ് ആണ്. നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ജീവവായു വരുവാനും പോവാനുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് നിങ്ങൾക്ക് ഏത് ഭാഷയും എന്തും പറയാം, ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സസൈസ് ആണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. വിദ്യ പഠിക്കുന്നത് അതാണ് സർവ്വധനാൽ പ്രധാനം. അതിപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആരോഗ്യം സർവ്വധനാൽ പ്രധാനമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. വിദ്യ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ മനുഷ്യന്മാരൊന്നും അല്ലാതെ മൂലക്കായി പോകും. ശരിയല്ലേ? നമുക്ക് പ്രായം കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ ആരോഗ്യക്ഷമത കുറഞ്ഞു വരും. അത് മാറ്റാനുള്ള ഒരു തന്ത്രമാണ് ഇത്തരം എക്സസൈസ്. പ്രായമായിട്ട് വരുമ്പോൾ എല്ലാവരും പറയും, അയ്യോ എനിക്ക് പ്രായം പറയാൻ ഭയങ്കര മടിയാണ്. 60 ആയാലും 70 ആയാലും എവിടെ പോയാലും നമുക്ക് ഒരു 50 40 ചുറുചുറുക്ക് നമുക്ക് കാണിക്കണ്ടേ? നമ്മളെല്ലാം പല രീതിയിലും പല ജോലിയും ചെയ്യാൻ പോകുന്ന ആൾക്കാരാ. അപ്പോൾ എന്ത് വേണം നിങ്ങൾക്ക്? ആരോഗ്യം വേണം. എന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യത്തിന് വേണ്ടുന്നത് നല്ല ഭക്ഷണമാണ്, പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണമാണ്. ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ടൈപ്പ് ഭക്ഷണം ഇവിടെയുണ്ട്. മുട്ട, പാല്, പഴം ഒക്കെ ഉണ്ട് അല്ലേ? അത് കഴിക്കണം. നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. റെഡിയല്ലേ? ഇത് ഈ ക്യാമ്പിലൂടെ അവസാനിക്കരുത്. ഇവരുടെ സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ചെയ്തിട്ട് ഈ ഒരു 30 ദിവസം കൊണ്ടോ 60 ദിവസം കൊണ്ടോ ഇതിവിടെ തീരരുത്. ഇത് ജീവിത ശൈലിയാക്കി മാറ്റണം. മാറ്റില്ലേ? മാറ്റുവോ? മാറ്റണം. വെരി ഗുഡ്. മോളെ പേരെന്താ? ഹൃദയ. കണ്ടോ, റിയാക്ഷൻ വരുന്നത് കണ്ടോ? അങ്ങനെ വേണം, റിയാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പഠിക്കുന്നത് പോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ 1.5 മണിക്കൂർ ദിവസവും രാവിലെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം മാറ്റിവെക്കണം. ഇങ്ങനെയാകുമ്പോൾ എന്താ? നമ്മുടെ ആരോഗ്യം കൂടും, അസുഖങ്ങൾ നമുക്ക് വരില്ല, ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടുന്ന പൈസ നമുക്ക് കുറയും, ഹോസ്പിറ്റലുകൾ നമുക്ക് പോകേണ്ടി വരില്ല. റെഡിയല്ലേ? മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമായിട്ട് വരില്ല. ഓക്കെ,
അപ്പോൾ ഇത് ഒരു ജീവിത രീതിയാക്കി മാറ്റി കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ മക്കളുടെ കൂടെ കൂടാൻ ഒരു അതിഥിയായിട്ടല്ല, നിങ്ങളുടെ കൂടെ എൻ്റെ രാവിലത്തെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഈ പരിപാടി വീഡിയോ ചെയ്യുമ്പോഴാണ് 1 വർഷം മുമ്പ് എൻ്റെ ചേട്ടന് ചെറിയൊരു അറ്റാക്ക് ഇവിടെ വന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ആരും കൂടിയില്ല, ഭാര്യ കൂടിയില്ല, പിന്നെ മക്കളെ കൂടെയില്ല, ചേട്ടനോ അനിയന്മാരോ കൂടെയില്ല, ഇവിടുത്തെ ആൾക്കാർ ചന്ദ്രശേഖരൻ സാറല്ലേ, സാറടക്കം ഞാൻ പാലക്കാടിൽ നിന്ന് ഇറങ്ങി ഓടി വരുമ്പോൾ സാറ് ഹോസ്പിറ്റലിന് മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് രാജേന്ദ്രന് വേണ്ടിയിട്ട്. അവരാണ് തിരിച്ചറിഞ്ഞത് രാജേന്ദ്രന് എന്തോ സംഭവിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന്. അതുകൊണ്ടാണ് രാജേന്ദ്രൻ ഇവിടെ നിന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ കൂടെയുള്ളവരെയും ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സന്മനസ്സും കൂടി നിങ്ങൾ കാണിക്കും. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന വ്യക്തികൾ അങ്ങനെയാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു സുദിനം നേരുന്നു. വീണ്ടും ഞാൻ പറയാം, എന്നെ ഒരവസരം എനിക്ക് തന്നതിൽ, ഇവിടെ സംസാരിക്കാൻ തന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം ഞാൻ മക്കളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മക്കളായിട്ട് ജീവിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, റെഡി? ഇനി ഒരു മെമ്മറി ടെസ്റ്റ് ചെയ്യാം. എൻ്റെ പേരെന്താ? ആരെങ്കിലും ഒരാൾ പറയൂ, കൈപൊക്കോ. വേണ്ട, വെരി ഗുഡ്. അത് പേര് കിട്ടിയല്ലോ, രാജീവ്. ഇത് മെമ്മറി ടെസ്റ്റാണ്. ആരെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ കയറ്റി വെക്കണം. പിന്നെ സംസാരിക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞ് സംസാരിക്കണം. ഓക്കെ, അതും ചെയ്യണം. ഇത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, മോൻ്റെ പേരെന്താ? മോൻ്റെ പേര് അമ്പാടി. അമ്പാടി കാണാൻ ആദ്യം പാടിയിരുന്നത്. കൊള്ളാം. ഓക്കെ, അമ്പാടി കേട്ടോ.